മിയാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇവിടെ ഒരു അവക്കാഡോ കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കാം. അപ്പം അതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, 2-3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുകൊണ്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അവക്കാഡോ, പിന്നെ ഇതൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. കുറച്ച് പഞ്ചസാര, 1/2 ലിറ്റർ പാല്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു അവക്കാഡോ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിന്നെ ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് ഈ അവക്കാഡോ നമുക്ക് തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ആ പാലിലിട്ട് അടിച്ചു കൊണ്ടുവരാം. ബാക്കി പാല് നമുക്ക് കാച്ചിയെടുക്കാം. ചൈന ഗ്രാസ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലിലേക്ക് അവക്കാഡോ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടാം. അത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എത്ര മധുരം വേണമെന്നനുസരിച്ച് പഞ്ചസാര ഇടാം. അപ്പോൾ ഇത് ഞാനൊന്ന് നല്ലപോലെ അടിച്ചുകൊണ്ട് വരാം. പിന്നെ ഇതിൻ്റെ ബാക്കി പാല് ഞാൻ കാച്ചാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവക്കാഡോ പാലും പഞ്ചസാരയിട്ട് ഇതുപോലെ നല്ലതുപോലെ അടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിലേക്ക് നമുക്ക് അടിച്ചു കൊണ്ടുവന്ന അവക്കാഡോ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചൈന ഗ്രാസും കൂടെ ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ പാല് തിളച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം ചെറുതായിട്ട്. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് ഞാനിത് ഇളക്കി യോജിപ്പിച്ച് ഒരുമാതിരി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം 5 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്കെടുത്ത് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിനി നല്ലോണം തണുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഇത് സെറ്റായി കഴിഞ്ഞ് കാണിച്ചു തരാം. 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ച് വെച്ച പുഡിങ് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ സെറ്റായിരിക്കുന്നുണ്ട്. ഇത് നമുക്കിനി കഷ്ണങ്ങളായിട്ട് മുറിച്ച് യൂസ് ചെയ്യാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം. ഇത് പുഡിങ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പുഡിങ്ങാണിത്. നല്ല 6 മണിക്കൂർ കൊണ്ട് നല്ല സെറ്റായി നല്ല ഉറച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. 6 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുന്ന ഒരു സമയം എടുക്കുന്നതേ ഉള്ളൂ. ബാക്കി നമുക്കിത് തയ്യാറാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.